നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിലെ ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എന്താണ് റെഗുലർലി അറേഞ്ച്ഡ് ആയിട്ടുള്ള നമ്മൾ റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മളെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പാർച്ചർ സംഭവിച്ചിട്ടാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത് ക്രിസ്റ്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് എനി ഡിപ്പാർച്ചർ ഫ്രം ദി പെർഫെക്റ്റ് റെഗുലാരിറ്റി ഇൻ ദ ക്രിസ്റ്റൽ അറേഞ്ച്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ ഈസ് നോൺ ആസ് എ ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഓർ ഇംപെർഫെക്ഷൻ. നമ്മൾ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഒക്കെ വരച്ചു ക്രിസ്റ്റലിന്റെ. അതിന് നമ്മൾ എന്ത് പറയുന്നത് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്ന ഫിഗറൊക്കെ നമ്മൾ വരച്ചു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ആ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരച്ച ക്യൂബിക് സ്ട്രക്ചർ NaClന്റെ ക്യൂബിക് സ്ട്രക്ചർ ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ആ പെർഫെക്റ്റ് സ്ട്രക്ചർ എപ്പം മാത്രമേ നിൽക്കുള്ളൂ? 0 കെൽവിനിൽ മാത്രമേ നിൽക്കുള്ളൂ. അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇംപെർഫെക്റ്റ് ആയിട്ട് മാറും. അതായത് ചെറിയ എന്തെങ്കിലും ഒരു ചേഞ്ച് അതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക്കല്, മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതായത് ഒരൊട്ടും കൂടി പറയാം, നമ്മളെ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മളെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ കൊണ്ട്, അതായത് അയോൺസ്, ആറ്റംസ്, മോളിക്യൂൾസ് ഇതിനെ കൊണ്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മൾ റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഡിഫോർമേഷൻ സംഭവിച്ചാൽ അതിനെ നമ്മൾ പറയുന്നത് പേരാണെന്ത്? ക്രിസ്റ്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. 0 കെൽവിനിലാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഉള്ളത്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഇംപെർഫെക്റ്റ് ആയിട്ട് മാറും. ഒരു ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്രിസ്റ്റലില് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ വളരെ അധികം ലോ കോൺസെൻട്രേഷനിൽ തന്നെ അതിനെന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇനി അടുത്തത് ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ നമുക്ക് ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ നമുക്ക് മെയിൻ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പോയിന്റ് ഡിഫക്റ്റ് എന്നും, ലൈൻ ഡിഫക്റ്റ് എന്നും, പ്ലെയിൻ ഡിഫക്റ്റ് എന്നും. ഏതൊക്കെ? പോയിന്റ് ഡിഫക്റ്റ് എന്നും, ലൈൻ ഡിഫക്റ്റ് എന്നും, പ്ലെയിൻ ഡിഫക്റ്റ് എന്നും. നമുക്ക് പ്ലെയിൻ ഡിഫക്റ്റിനെ കുറിച്ചും ലൈൻ ഡിഫക്റ്റിനെ കുറിച്ചൊന്നും അധികം പഠിക്കാനില്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ? പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. പോയിന്റ് ഗ്രൂപ്പിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും. സോഷ്യോമെട്രിക് ഡിഫക്റ്റിന്റെ മറ്റൊരു പേരാണ് ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന്. അതുപോലെ തന്നെ നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റിന്റെ മറ്റൊരു പേരാണ് എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയുന്നതും. അപ്പോൾ നിങ്ങളോട് ചോദിച്ചാണ് ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്ത് തന്നെയാണ്? സോഷ്യോമെട്രിക് ഡിഫക്റ്റ് തന്നെയാണ്. എന്താണ് എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് തന്നെയാണ്. ഇനി സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്ത്? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നും ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നും. നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണെന്ത്? നോൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു അയോണിക് ക്രിസ്റ്റൽ കൺസിഡർ ചെയ്യുക. അതായത് ഒരു Na+ ഉണ്ട്, Cl- ഉള്ള ഒരു അയോണിക് ക്രിസ്റ്റൽ കൺസിഡർ ചെയ്യുക. അതിൽ മെറ്റൽ എക്സസ് ആണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാറ്റയോൺ എക്സസ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്തിന്? അതിന്റെ ആനയോണിക് പാർട്ട് അവിടെ എന്തായിരിക്കും? ഡെഫിഷ്യന്റ് ആയിരിക്കും. അതായത് ആ നോൺ മെറ്റൽ പാർട്ട് എന്തായിരിക്കും? അവിടെ ഡെഫിഷ്യൻസ് ആയിരിക്കും. അപ്പം മെറ്റൽ എക്സസ് ആണ് പറയുമ്പോൾ അവിടെ കാറ്റയോൺ എക്സസ് ആണ്. അവിടെ അതേപോലെ തന്നെ അറ്റ് എ ടൈം എന്തായിരിക്കും? ആനയോണിക് പാർട്ട് ഡെഫിഷ്യന്റ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ നോൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്സ്ട്രാ ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ, രണ്ടാമത്തതാണ് എന്ത്? ആനയോൺ വേക്കൻസീസ് എന്ന് പറയുന്നത്. അടുത്ത നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ് എന്ത്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ കാറ്റയോണിക് പാർട്ട് എന്താണ്? ഡെഫിഷ്യൻസി ആണ്. അതായത് നമ്മളെ NaCl എന്താണ്? കുറവാണ്. അതേ ടൈം എന്തായിരിക്കും? നോൺ മെറ്റൽ എക്സസ് ആയിരിക്കും. അതായത് നമ്മളെ ആനിയോണിക് പാർട്ട് എക്സസ് ആയിരിക്കും. അതായത് നമ്മളുടെ Cl- എന്തായിരിക്കും? എക്സസ് ആയിരിക്കും. അടുത്ത നോൺ സോഷ്യോമെട്രിക് ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയുന്നത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റിൽ വരുന്ന ടൈപ്പ് ആണ് എന്ത്? N ടൈപ്പ് സെമി കണ്ടക്ടറും അതേപോലെ തന്നെ P ടൈപ്പ് സെമി കണ്ടക്ടറും.
ക്രിസ്റ്റൽ ഫീൽഡ് ഡിഫക്റ്റിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പോയിന്റ് ഡിഫക്റ്റ് എന്നും, ലൈൻ ഡിഫക്റ്റ് എന്നും, പ്ലെയിൻ ഡിഫക്റ്റ് എന്നും. നമുക്ക് പോയിന്റ് ഡിഫക്റ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്നും എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്നും. നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റിന് നമ്മൾ വീണ്ടാമതും 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും അതേപോലെ തന്നെ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടും. സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നും അല്ലെങ്കിൽ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്നും ക്രിസ്റ്റൽ ഡിഫക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നിനെ കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ പോയിന്റ് ഡിഫക്റ്റ്. നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? പോയിന്റ് ഡിഫക്റ്റ്. എന്താണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? A departure from the ideal arrangement of in a crystal limited to a region of only a few lattice point is called point defect. അതായത് നമ്മളെ ക്ലാസ്സിൽ നമ്മളൊരു ക്ലാസ് റൂം ഇമാജിൻ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഇംപെർഫെക്റ്റ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഡിഫക്റ്റ് എന്ന് സംഭവിക്കാം. ആ ക്ലാസ്സിന് ഒരു ഡിഫക്റ്റ് സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എടുക്കുക. നമ്മൾ ക്രിസ്റ്റലിൽ എന്തുണ്ട്? ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് ഒക്കെ ലാറ്റിസ് പോയിന്റിലാണുള്ളത്. ഈ ലാറ്റിസ് പോയിന്റിലുള്ള നമ്മള് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് എന്താ ചെയ്യണം? അതിൽ നിന്ന് ഡീഫോം ചെയ്യുക അല്ലെങ്കിൽ അതിന് ഡിപ്പാർച്ചർ സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിട്ടം കൂടി പറയാം. എ ഡിപ്പാർച്ചർ ഫ്രം ദി ഐഡിയൽ അറേഞ്ച്മെന്റ് ഇൻ എ ക്രിസ്റ്റൽ ലിമിറ്റഡ് ടു എ റീജിയൻ ഓഫ് ഓൺലി എ ഫ്യൂ ലാറ്റിസ് പോയിന്റ്സ് ഈസ് കോൾഡ് എ പോയിന്റ് ഡിഫക്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ ക്രിസ്റ്റൽ എന്ത് സംഭവിച്ചു? ഒരു ഡിഫക്റ്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ സംഭവിച്ചു. ഈ ഇംപെർഫെക്ഷൻ സംഭവിച്ചത് മേ ബി മിസ്സിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ ആറ്റംസിന്റെയോ അല്ലെങ്കിൽ എക്സ്ട്രാ അയോൺസിന്റെയോ എന്തായിരിക്കാം? ഡിസ്ലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആറ്റംസിന്റെയോ അല്ലെങ്കിൽ അയോൺസിന്റെയോ മിസ്സിംഗ് ആയിരിക്കാം. ഇതുകൊണ്ടായിരിക്കാം അവിടെ ഇംപെർഫെക്ഷൻ സംഭവിച്ചത്. അതായത് നമ്മൾ ലാറ്റിസ് പോയിന്റിലുള്ള അയോൺസ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? അവിടുന്നെങ്കിലും ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? മൂവ് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ മിസ്സായിട്ടുണ്ടാവും, അവിടെ വേക്കന്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് എന്തായിട്ടുണ്ടാവും? അവിടുന്ന് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പോയിന്റ് ഡിഫക്റ്റിനെ, അതായത് നമ്മളെ ലാറ്റിസ് പോയിന്റിൽ നമ്മളെ സ്പേസ് ലാറ്റിസിൽ മാത്രം നടന്ന ഒരു ഡിഫക്റ്റ് ആണ്. അതിന്റെ സ്പേസ് എക്സ്ട്രാ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ നമ്മളെ ക്യൂബിക് സ്ട്രക്ചർ മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്? ഒരു 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ് എന്നും കൂടി എന്തിനെ പറയാൻ പറ്റും? പോയിന്റ് ഡിഫക്റ്റിനെ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ a departure from the ideal arrangement in a crystal limited to a region of only a few lattice point is called the point defect. The imperfection due to the missing or dislocation or extra atoms or ions. Okay. ഇനി അടുത്ത ഡിഫക്റ്റ് ആണ് എന്ത് പറയുന്നത്? ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലൈൻ ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ, എ ലീനിയർ ഡിസ്റ്റർബൻസ് ടു ദി പീരിയോഡിക് അറേഞ്ച്മെന്റ് of the structural entities of a crystal due to the misalignment of a row of lattice point is called a line defect. അതായത് നിങ്ങളെ ക്ലാസ്സിൽ ഒരു ബെഞ്ച് ഫുള്ളായിട്ട് എന്ത് ചെയ്യാണ്? മിസ്ബിഹേവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്ന പേര്. അതായത് നമ്മളെ ക്രിസ്റ്റലിലെ ഒരു റോ തന്നെ, ഒരു ലാറ്റിസ് പോയിന്റ് അടങ്ങിയിരിക്കുന്ന ഒരു റോ എന്ത് ചെയ്യാണ്? അതിന് മിസ് അലൈൻമെന്റ് സംഭവിച്ചിട്ട് അതിന് ഡീഫോർമേഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും അവിടെ ഡിസ്റ്റർബൻസ് സംഭവിച്ചിട്ടുണ്ടാവുക? മേ ബി ഒരു അഡീഷണൽ റോ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഓഫ് ദി പാരലൽ റോസ് ആയിരിക്കാം. അപ്പൊ ഒരു വട്ടം കൂടി പറയാം. എ ലീനിയർ ഡിസ്റ്റർബൻസ് to the periodic arrangement of the crystal entities of a crystal due to the misalignment of a row of lattice point is called a line defect. നെക്സ്റ്റ് വൺ എന്താണ്? പ്ലെയിൻ ഡിഫക്റ്റ്. ഒരു ക്ലാസ് റൂം തന്നെ
ഡിഫക്റ്റുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? പ്ലെയിൻ ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് പ്ലെയിൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് deformation due to the periodic arrangement of a lattice point along a plane is called the plane defect or a surface defect. അതായത് നമ്മുടെ ലാറ്റിസ് പോയിന്റ് അടങ്ങിയിരിക്കുന്ന അതിന് പാരലൽ ആയിട്ട് വരുന്നതാണ് എന്ത്? ലാറ്റിസ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലാറ്റിസ് പ്ലെയിനിലാണ് ആ ഡിഫക്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പ്ലെയിൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ സർഫസ് ഡിഫക്റ്റ് എന്ന് പറയും. ഒരു ക്രിസ്റ്റലിന് പ്ലെയിൻ ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അവിടുത്തെ കെമിക്കൽ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പം നമുക്ക് ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പോയിന്റ് ഡിഫക്റ്റ് എന്ന്, ലൈൻ ഡിഫക്റ്റ് എന്ന്, പ്ലെയിൻ ഡിഫക്റ്റ് എന്ന്. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാറ്റിസ് പോയിന്റിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡിഫക്റ്റിനെയാണ് നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ ലാറ്റിസ് പോയിന്റ് അടങ്ങിയിരിക്കുന്ന ഒരു റോയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലാറ്റിസ് പ്ലെയിനിൽ വരുന്ന ഡിഫക്റ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്ലെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ലൈൻ ഡിഫക്റ്റും അതേപോലെ തന്നെ പ്ലെയിൻ ഡിഫക്റ്റ് എന്താണ് നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പം നെക്സ്റ്റ് പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ച് മാത്രം പഠിക്കാം. പോയിന്റ് ഡിഫക്റ്റ് മേ ബി 4 ടൈപ്പ് കൊണ്ട് സംഭവിക്കാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വേക്കൻസീസ് ഇൻ ദി ലാറ്റിസ് സൈറ്റ്. അതായത് നമ്മളെ വേക്കൻസി നമ്മൾ അവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അയാനിയോൺസിന്റെയും കാറ്റിയോൺസിന്റെയും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ വേക്കൻ്റ് ആയിട്ട് വരുന്ന ലാറ്റിസ് സൈറ്റിൽ എന്താ പറയുക? വേക്കൻസീസ് വരുന്നതിനാണ് വേക്കൻസീസ് ഇൻ ദി ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ടു ദി ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ. നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലോട്ട് എന്ത് വരിക? ആനിയോൺസിന്റെയോ അല്ലെങ്കിൽ ആറ്റംസിന്റെയോ ഷിഫ്റ്റിംഗ് കൊണ്ടാവാം. മൂന്നാമത്തതാണെന്ത്? പ്രസൻസ് ഓഫ് ദി ഇൻഡസ്ട്രീഷ്യൽ ഓർ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റീസ് അതിലോട്ട് വരുന്ന നമ്മളെ ക്രിസ്റ്റലിലോട്ട് ഇമ്പ്യൂരിറ്റീസ് വന്നിട്ടാവാം. അല്ലെങ്കിൽ നോൺ സോഷ്യോമെട്രി ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് ദി കോൺസ്റ്റന്റ് എൻറ്റിറ്റീസ്. നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിന്റെ നോൺ സോഷ്യോമെട്രി അതിന്റെ പ്രൊപ്പോർഷനിൽ എന്ത് വരാം? ചേഞ്ച് ഉണ്ടായത് കൊണ്ട് എന്ത് വരാം? പോയിന്റ് ഡിഫക്റ്റ് സംഭവിക്കാം. മെയിൻ ആയിട്ട് നമുക്ക് പോയിന്റ് ഡിഫക്റ്റിനെ 2ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും. എന്താണ് സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ക്രിസ്റ്റൽ എടുക്കുക. ആ ക്രിസ്റ്റലിൽ NaCl ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 Na+ ഉണ്ടാവും, 100 Cl- ഉണ്ടാവും. അതായത് 1:1 റേഷ്യോയിലാണെന്ന് പറയാൻ പറ്റും. ഇനി അവിടെ നിന്ന് ഒരു Na+ അല്ലെങ്കിൽ ഒരു Cl- പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അതെന്താണ്? 49 അല്ലെങ്കിൽ 99 Na+ഉം അതേപോലെ തന്നെ 99 Cl- ആണ്. അപ്പൊ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴും 1:1 അതായത് അതിന്റെ പ്രൊപ്പോർഷനിൽ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിളിന്റെ പ്രൊപ്പോർഷൻ ഇപ്പോഴും സെയിം ആയതുകൊണ്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യോമെട്രിക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൽ ഗേൾസ് ഉണ്ട് വിചാരിക്കുക, ബോയ്സ് ഉണ്ട് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു ബോയും ഒരു ഗേളും പോയി കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ റേഷ്യോ എന്തായി? ഈക്വൽ ആയിട്ട് മാറി. അപ്പൊ എന്താണ്? നിങ്ങളെ ക്ലാസ് സോഷ്യോമെട്രിക് പ്രൊപ്പോർഷൻസ് കീപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ സോഷ്യോമെട്രിക്കിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാൻ പറ്റും. നോൺ സോഷ്യോമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലിന് 1:1 റേഷ്യോയിൽ നിൽക്കുന്ന ഒരു സാധനം പിന്നെ കുറച്ച് സമയം ഏതെങ്കിലും ഒന്ന് അധികം വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക? ലോ ചെയ്യുക. ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? അവിടെ പ്രൊപ്പോർഷണാലിറ്റി കീപ്പ് ചെയ്യൂല. അതിനെ പറയുന്ന പേരാണ് എന്ത്? നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും അതേപോലെ തന്നെ നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നുള്ള ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ കുറിച്ച്. എന്താണ് സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫക്റ്റ് ദാറ്റ് ഡു നോട്ട് in any manner affect the sociometry of a crystal in which they are present are called sociometric defect. അതായത് അതിന്റെ സോഷ്യോമെട്രി, ആ ക്രിസ്റ്റലിന്റെ സോഷ്യോമെട്രി ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. The defect that originate from within the interior of the lattice and thus involve only atoms or ions native to the crystal under consideration are called intrinsic defect. അതായത് നമുക്ക് പറയാൻ പറ്റും നമ്മൾ ക്രിസ്റ്റലിലെ അയോൺസ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രിസ്റ്റലിന്റെ അയോൺസിന്റെയോ അല്ലെങ്കിൽ ആറ്റംസിന്റെയോ മൂവ്മെന്റ് ആയിരിക്കാം. ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞ മിസ്സിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ആയിരിക്കാം. പക്ഷെ നമ്മൾ എന്താണ് വിത്തിന് നമ്മൾ ക്രിസ്റ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഡിഫോർമേഷൻ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് പറയാൻ പറ്റും മറ്റൊരു പേരാണ് ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റും.
അപ്പൊ ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? സോഷ്യോമെട്രിക് ഡിഫക്റ്റ് തന്നെയാണ്. ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്രിസ്റ്റലിന്റെ വിത്തിൻ അതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇന്റീരിയറിൽ സംഭവിക്കുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നും അതേപോലെ തന്നെ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നും. എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ദ ലാറ്റിസ് വാക്കൻസീസ് ഓർ ഹോൾസ് may arises in a crystal due to the missing of the atoms or cation-anion pair from the normal lattice site. Such an imperfection is called a short key defect. അതായത് നമ്മുടെ ക്രിസ്റ്റലില് കാറ്റോൺ ആനയോൺ പെയർ ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സാവുക, അല്ലെങ്കിൽ ആറ്റംസ് മിസ്സാവുക. ഈ ഇംപെർഫെക്ഷനെ പറയുന്ന പേരാണെന്ത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇവിടെ കാറ്റോണോ ആനയോണും ഒരുമിച്ച് മിസ്സാവുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതെന്തുകൊണ്ട്? അപ്പോൾ ഇത് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ തന്നെ ഫിഗറിൽ കാണാൻ പറ്റും, എം പ്ലസ് ഉണ്ടാവും, എക്സ് മൈനസ് ഉണ്ടാവും. അതിൽ നിന്ന് ഈച്ച് എം പ്ലസും അതേപോലെ തന്നെ എക്സ് മൈനസും ലീവ് ചെയ്തിട്ടുള്ള വേക്കൻ്റ് ആയിട്ടുള്ള വേക്കൻസീസ് അവിടെ കാണാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചാൽ, ഒക്കർ ഇൻ ദി അയോണിക് ക്രിസ്റ്റൽ ഡു നോട്ട് എഫക്ട് ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. നമ്മൾ ഏത് ടൈപ്പ് ഡിഫക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ, ടോട്ടൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്താവണം? സെയിം ആവണം. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1:1 അയോണിക് സോളിഡ് ആയിട്ടുള്ള MX ആണ്, അതായത് M പ്ലസും എക്സ് മൈനസും. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഒരു ഷോർട്ട് കീ ഡിഫക്റ്റ് സംഭവിക്കുമ്പോൾ ഒരു ആനിയോണിക് വേക്കൻസി ഉണ്ടാവും, അതേപോലെ തന്നെ കാറ്റോണിക് വേക്കൻസി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ MX2 ടൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് M2+ കാറ്റോൺ എക്സ് മൈനസ് ആനിയോൺ ആണ്. അപ്പം ഒരു കാറ്റോൺ മിസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എത്ര ആനിയോൺ മിസ്സായിട്ടുണ്ടാവും? 2 ആനിയോൺ മിസ്സായിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ സോഡിയം ക്ലോറൈഡ് NaClന്റെ ക്രിസ്റ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ താഴെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് ഡോ നോട്ട് എഫക്ട് ദി സോഷ്യോമെട്രി ഓഫ് ദി ക്രിസ്റ്റൽ. അതായത് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ക്രിസ്റ്റലിൽ എന്ത് ചെയ്യും? ആ സോഷ്യോമെട്രി കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അതിന്റെ ഡിഫക്റ്റ് ഉണ്ടാവുക. നെക്സ്റ്റ് അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത്? ഡെൻസിറ്റി ഡിഗ്രീസസ്. നമ്മൾ നോക്കുകയാണ്, നമ്മൾ ക്രിസ്റ്റൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു Na+ ഒരു Cl- മിസ്സായി പോയി. അതായത് അതിന്റെ മാസ് എന്ത് ചെയ്തു? കുറഞ്ഞു. പക്ഷെ അതിന്റെ വോളിയം, ആ ക്രിസ്റ്റലിന്റെ വോളിയം ഇപ്പൊ എന്താണ്? ഇപ്പോഴും ആ ക്യൂബിക് ക്രിസ്റ്റൽ തന്നെയാണ്, സെയിം ക്യൂബ് തന്നെയാണ്, സെയിം. വേറെ സ്പേസ് ലാറ്റിസ് വേറെ അങ്ങോട്ടും സ്പേസിലോട്ട് നീങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അതിന്റെ വോളിയം ചേഞ്ച് ചെയ്തിട്ടില്ല. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. മാസ് ഡിഗ്രീസ് ചെയ്ത് ന്യൂമറേറ്റർ ഡിഗ്രീസ് ചെയ്തു, വോളിയം റിമെയിൻ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഡെൻസിറ്റി എന്തായി? കുറഞ്ഞു എന്ന് പറയാൻ പറ്റും. അപ്പം ഡെൻസിറ്റി ഡിഗ്രീസസ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നത്? occur in ionic crystal, it do not affect the electrical neutrality, do not affect the sociometry of the crystal and density decreases. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് പറയുന്നത് കണ്ടക്ട് ദി ഇലക്ട്രിസിറ്റി ടു എ സ്മോൾ എക്സ്റ്റെന്റ്. ഇപ്പൊ ഇതിലൂടെ എന്തുണ്ട്? വേക്കൻസീസ് ഉണ്ട്, ആനിയോണിക് വേക്കൻസി ഉണ്ട്, കാറ്റിയോണിക് വേക്കൻസീസ് ഉണ്ട്. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യും? അടുത്ത Na+നും Cl- ആ വേക്കൻറ്റ് സൈറ്റിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ അവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഓഫ് ഇലക്ട്രോണെ നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇത് വേക്കൻറ്റ് സൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന ഈ ഒരു മെക്കാനിസത്തിനെ പറയുന്ന പേരാണ് വേക്കൻസി മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു മൂവ്മെന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ എന്തുണ്ടാവും? ഡിഫ്യൂഷൻ ഇൻ സോളിഡ്, അവിടെ ഒരു ഡിഫ്യൂഷനും കൂടി സംഭവിക്കും. മിക്കവാറും ഷോർട്ട് കീ ഡിഫക്റ്റ് എന്തിലാണ്? ഹയർ കോർഡിനേഷൻ നമ്പർ ഉള്ള ക്രിസ്റ്റൽസിലാണ് നടക്കാറ്. അതേപോലെ തന്നെ കാറ്റിയോണിന്റെയും ആനിയോണിന്റെയും സെയിം സൈസ് ആയാൽ ഉണ്ടാവുന്നതാണെന്ന് കാണിക്കുക, ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NaCl, KCl, CCl എക്സെട്ര. അതേപോലെ തന്നെ AgBr കൂടി കാണിക്കും. ഇവിടെ ഗ്രീൻ മാർക്കിൽ AgBr ഇടാനുള്ള കാരണം AgBr എന്തുണ്ട്? ഫ്രങ്കൽ ഡിഫക്റ്റും കൂടി കാണിക്കും. ഒരു എക്സെപ്ഷൻ കേസ് ആണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. AgBr കാണിക്കും, അതേപോലെ തന്നെ ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും. അടുത്ത സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ് എന്ത്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ആൻ ആനിയോൺ മേ ഷിഫ്റ്റ് ഫ്രം ഇറ്റ്സ് ഓൺ ലാറ്റിസ് സൈറ്റ് ടു ആൻ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ
between the lattice point, causing a vacancies in its original site. അതായത് നമ്മൾ ലാറ്റിസ് സൈറ്റിലുള്ള ലാറ്റിസ് പോയിന്റിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് എന്ത് ചെയ്യുക, ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് മൂവ് ചെയ്യുക. ഇവിടെ അതിന്റെ സോഷ്യോമെട്രി റിമെയിൻ സെയിം ആണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന അതേ ആനയോണും കാറ്റയോണും തന്നെ ഉള്ളത് സെയിം ആണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് നമ്മൾ സോഷ്യോമെട്രി ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ ഇതെന്താകാം, ഒരു സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആയിട്ട് കൂട്ടാം. അപ്പൊ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. അതായത് അതിന്റെ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് എന്ത് ചെയ്യുക, ലാറ്റിസ് സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാറ്റയോൺ ആണ് ആ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് മൂവ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാറ്റയോൺ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയും. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡിഫക്റ്റ് ആണ് എന്ത്, കാറ്റയോൺ ഫ്രങ്കൽ ഡിഫക്റ്റ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, AgBr, AgI, ZnX. മേ ബി ആനയോൺ ആണ് മൂവ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, ആനയോൺ ആണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് പൊസിഷനിലോട്ട് മൂവ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും ആനയോൺ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയും. കാൽഷ്യം ഫ്ലൂറൈഡ്, സ്ട്രോൺഷ്യം ഫ്ലൂറൈഡ്, ലെഡ് ഫ്ലൂറൈഡ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് അവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ടാവും AgIന്റെ ഒരു ക്രിസ്റ്റൽ ആണ്. അതിൽ Ag എന്ത് ചെയ്തിട്ടുണ്ടാവും, കാറ്റയോൺ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു കാറ്റയോൺ ഫ്രങ്കൽ ഡിഫക്റ്റിന് എക്സാമ്പിൾ ആണ്. എന്തൊക്കെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് ചോദിച്ചാൽ, ദേ ഡു നോട്ട് എഫക്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് പറ്റിയിട്ടുണ്ടാവും, ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇപ്പോഴുണ്ട്. സോഷ്യോമെട്രി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഇല്ല. ഡെൻസിറ്റി റിമെയിൻ സെയിം ആണ്. ഇവിടെ മാസിന് കുറവുണ്ടോ, ഇല്ല. വോളിയത്തിന് ചേഞ്ച് ഉണ്ടോ, ഇല്ല. അപ്പൊ എന്താണ്, ഡെൻസിറ്റി റിമെയിൻ സെയിം ആണ്. ഷോർട്ട് കീ ഡിഫക്റ്റിന് എന്താണ്, ഡെൻസിറ്റി കുറഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ ഡെൻസിറ്റി എന്താണ്, സെയിം ആണ്. സ്മോൾ എക്സ്റ്റെൻസ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് നമ്മൾ അവിടെ ഒരു വേക്കൻ സൈറ്റ് ഉണ്ട്, കാറ്റയോണിന്റെ വേക്കൻ സൈറ്റ് ഉണ്ട്, അതിലോട്ട് അടുത്ത കാറ്റയോണിന് മൂവ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഒരു സ്മോൾ എക്സ്റ്റെന്റ് വരെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ ഉണ്ട്. അയോണിക് ക്രിസ്റ്റലിലാണ് കൂടുതലായിട്ട് നടക്കുക. കാറ്റയോണിക് ഫ്രങ്കൽ ഡിഫക്റ്റ് ആണ് കൂടുതൽ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പം കാറ്റയോണിന്റെ സൈസ് സ്മോളർ ദാൻ എന്തായിരിക്കും, ആനയോൺ. ആനയോണിനെക്കാട്ടിലും സൈസ് കുറവായിരിക്കും എന്തിനുണ്ടാവുക, കാറ്റയോൺസ് ഉണ്ടാവുക. അങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് എന്ത് നടക്കുക, കാറ്റയോൺ ഫ്രങ്കൽ ഡിഫക്റ്റ് നടക്കുക. മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാലും സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ ടൈപ്പാണ്. അപ്പോൾ ഫസ്റ്റ് വൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് പറഞ്ഞാൽ ആനിയോണും കാറ്റയോണും എന്ത് ചെയ്യുക, ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സാവുക. ഫ്രങ്കൽ ഡിഫക്റ്റോ, ആ ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടിനും അയോണിക് ക്രിസ്റ്റലിലാണ് നടക്കുന്നത്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സോഷ്യോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഷോർട്ട് കീ ഡിഫക്റ്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡെൻസിറ്റി കുറയുന്നുണ്ട്. ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്ത് സംഭവിക്കുന്നില്ല, ഡെൻസിറ്റി റിമെയിൻ സെയിം ആണ്. പിന്നെ രണ്ടിലും കണ്ടക്ടിവിറ്റി ഉണ്ട്, ഡിഫ്യൂഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഹയർ കോർഡിനേഷൻ നമ്പറിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് സംഭവിക്കുന്നത്. ഷോർട്ട് കീ ഡിഫക്റ്റിൽ എന്താണ്, ആനിയോണിന്റെയും കാറ്റയോണിന്റെയും സൈസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഏകദേശം സിമിലർ ആയിരിക്കും. ഫ്രങ്കൽ ഡിഫക്റ്റിൽ കാറ്റയോണിനതായിരിക്കും കൂടുതൽ ലാർജ് ആയിട്ടുള്ളത് ദാൻ ആനയോൺ. ഓക്കെ, രണ്ടിന്റെയും എക്സാമ്പിൾ ചെയ്ത ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്തുണ്ട്, ആനിയോൺ ഫ്രങ്കൽ ഡിഫക്റ്റ് ഉണ്ട്, കാറ്റയോൺ ഫ്രങ്കൽ ഡിഫക്റ്റ് ഉണ്ട്. ആനിയോൺ ഫ്രങ്കൽ ഡിഫക്റ്റിന് എക്സാമ്പിൾ കാൽഷ്യം ഫ്ലൂറൈഡ്, സ്ട്രോൺഷ്യം ഫ്ലൂറൈഡ്, ലെഡ് ഫ്ലൂറൈഡ്. ആനിയോണിന് AgBr, AgI, ZnS. ഓക്കെ, നമ്മളെ പോയിന്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു സോഷ്യോമെട്രിക് ഡിഫക്റ്റ്. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ്. അപ്പൊ എന്താണ് നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ദ ഡിഫക്റ്റ് ക്യാൻ അറൈസസ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻഡ് എക്സസ് ഓഫ് either cations or anions in the crystal lattice of an ionic compound, electrical neutrality being maintained by the accommodation of free electrons or extra positive charges. അതായത് നമ്മളെ ക്രിസ്റ്റലിൽ ഒരു ആനിയോണിന്റെയോ കാറ്റയോണോ എക്സസ് ആവുക. ഒരു ആനിയോൺ എക്സസ് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, അവിടെ കാറ്റയോണിന്റെ കുറവുണ്ട്. ഒരു കാറ്റയോൺ എക്സസ് ആയി വരുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു നെഗറ്റീവ് ചാർജിന്റെ കുറവുണ്ട്. അപ്പൊ അതിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ക്രിസ്റ്റലിന്റെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ഇലക്ട്രോൺസിന്റെയും എക്സ്ട്രാ പോസിറ്റീവ് ചാർജും കൂടി അക്കോമഡേറ്റ് ചെയ്യും.
ഇതിനെയാണ് എന്ത് പറയുന്നത്, നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരട്ടം കൂടി പറയാം. ഡിഫക്റ്റ് ക്യാൻ അറൈസസ് ബൈ ദി പ്രസൻസ് ഓഫ് ആൻ എക്സസ് ഓഫ് ഐദർ കാറ്റയോൺ ഓർ ആനയോൺ ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് of an ionic compound, the electrical neutrality being maintained by the accommodation of free electrons or extra positive charges. അതായത് നമ്മൾ ക്രിസ്റ്റലിൽ ഒരു പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കാറ്റയോൺ മിസ്സായി, അല്ലെങ്കിൽ ഒരു കാറ്റയോണ് പ്രസൻസ് ഇമ്പ്യൂരിറ്റി ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്ത് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും, ഫ്രീ ഇലക്ട്രോണിന്റെ അഡീഷനും കൂടി അവിടെ നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആനിയോണിന്റെ ഒരു എക്സസ് ആയിട്ട് വന്നു, അങ്ങനെ എക്സസ് ആയിട്ട് വരുമ്പോൾ അവിടെ എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് അവിടെ വന്നിട്ടുണ്ടാവും. ഇതിനെയാണ് എന്ത് പറയുന്നത്, നോൺ സോഷ്യോമെട്രിക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്രിസ്റ്റലിൽ എന്തുണ്ട്, റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടല്ല, 1:1 100 എയും 100 ബിയും അല്ല. അപ്പൊ ഇതിന്റെ സോഷ്യോമെട്രി അല്ലെങ്കിൽ ഇതിന്റെ റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റും. അതുപോലെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇമ്പ്യൂരിറ്റി സബ്സ്റ്റൻസ് ഇൻ ടു എ ക്രിസ്റ്റൽ ആർ കോൾഡ് എക്സ്ട്രിൻസിക് ഡിഫക്റ്റ്. അതായത് നമ്മൾ പുറമേ നിന്നുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ആഡ് ചെയ്യുന്നത്, ഇമ്പ്യൂരിറ്റിയാണ് വന്നത്. നമ്മള് ക്രിസ്റ്റലിലുള്ള പ്ലസ് പോസിറ്റീവ് ചാർജ് അല്ല, ആനയോൺ ചാർജ് അല്ല, എക്സസ് ആയിട്ട് വന്ന കാറ്റയോൺ ആണ് അല്ലെങ്കിൽ ആനയോൺ ആണ്. അപ്പൊ അതിന് നമുക്ക് പറയാൻ പറ്റും എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റും, പുറമേ നിന്ന് വന്നതാണ്. നമുക്ക് നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവിടെ എന്തുണ്ടാവും, കാറ്റയോണിന്റെ എക്സസ് ആണ്. മെറ്റൽ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ്, അപ്പം കാറ്റയോണിന്റെ എക്സസ് ആണ് നടക്കുന്നത്. കാറ്റയോൺ എക്സസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആനോണിക് പാർട്ട് എന്തായിരിക്കും, അവിടെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ മെറ്റൽ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, എന്ത്, നോൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും കൂടി. അപ്പൊ എന്താണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ദ ഇംപെർഫെക്ഷൻ കോസ്ഡ് ഫ്രം ദി പ്രസൻസ് ഓഫ് എ ഗ്രേറ്റർ പ്രൊപ്പോസിഷൻ ഓഫ് ദി മെറ്റൽ അയോൺ than what is required to maintain the sochiometric composition of the compound are called metal excess defect. അതായത് മെറ്റൽ അയോണിന്റെ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, ഗ്രേറ്റർ ആണ് ദാൻ എന്ത്, നമ്മൾ നോർമൽ കണ്ടീഷൻ, അതായത് ആ സോഷ്യോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്താണ് മെറ്റൽ അയോൺ അവിടെ പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. അപ്പൊ എന്തായിരിക്കും, നമ്പർ ഓഫ് കാറ്റയോൺസ് എന്തായിരിക്കും ഇതിൽ ഹൈ ആയിരിക്കും ദാൻ എന്താ, നമ്പർ ഓഫ് ആനയോണിനെക്കാട്ടിലും. മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് 2 തരത്തിലുണ്ട്. ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺസ് എന്നും ആനയോൺ വേക്കൻസീസ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മളൊരു സിങ്ക് ഓക്സൈഡിന്റെ ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, Zn2+ഉം അതേപോലെ തന്നെ O2- ആയിട്ട് മാറും. ഈ O2- എന്തായിട്ട് മാറും, 2 ഇലക്ട്രോണിനെ ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് O2 ഗ്യാസ് ആയിട്ട് അവിടെ നിൽക്കും. അവിടെ നിൽക്കില്ല, അതെന്ത് ചെയ്യും, ആ ക്രിസ്റ്റലിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പൊ അവിടെ ബാക്കി ഉണ്ടാവും എന്താണ്, Zn2+ഉം 2 ഇലക്ട്രോണും ഉണ്ടാവും. അവിടുന്ന് 2 ഓക്സിജൻ ലീവ് ചെയ്ത് പോയി, ബാക്കി എന്തുണ്ടാവുള്ളൂ, ആ Zn2+ ഉണ്ടാവുള്ളൂ. ആ Zn2+ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് വരും. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും. Zn2+ എന്ത് ചെയ്യും, നമ്മളെ ക്രിസ്റ്റലിന്റെ അടുത്ത ലാറ്റിസ് പോയിന്റ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് എന്ത് ചെയ്യും, അത് എൻ്റർ ചെയ്യും. പുറമെ എന്തുണ്ടാവും, നമ്മൾ O2 ലീവ് ചെയ്ത് 2 ഇലക്ട്രോണും ഉണ്ടാവും. അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് കാറ്റയോൺസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ദാൻ എന്തിനെക്കാട്ടിലും, ആനയോൺസിന്റെ എണ്ണത്തെക്കാട്ടിലും. അപ്പൊ എന്താണ്, മെറ്റൽ അയോൺ എക്സസ് ഡിഫക്റ്റ് ആണ് ഇവിടെ. ഇതിന്റെ സോഷ്യോമെട്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതെന്താണ്, നോൺ സോഷ്യോമെട്രിക് ആണ്. ഇതിൽ കാറ്റയോണിന്റെ എണ്ണം നമ്പർ ഇൻക്രീസ് ആണ്. അപ്പൊ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ടാണ് കാറ്റയോൺ വന്നത്. അപ്പൊ ഇതെന്താണ്, ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ ഡിഫക്റ്റ് ആണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിലെ ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ ഡിഫക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റില് ഉണ്ട്, 2 ഇലക്ട്രോൺ അവിടെ ഉണ്ട്. ആ ഇലക്ട്രോൺ അതിലൂടെ ഫ്രീ ആയിട്ട് നടക്കാണ്. അപ്പൊ എന്താണ്, കണ്ടക്ട് ചെയ്യും. ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായത് കൊണ്ട് തന്നെ, അതായത് 2 ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അപ്പൊ അതായത് കളർ എമിറ്റ് ചെയ്യും. കളർഡ് കോമ്പൗണ്ട് ആണ്. ZnOക്ക് എന്തുണ്ട്, യെല്ലോ കളർ ഉണ്ട്. അപ്പൊ എന്താണ് കാറ്റയോൺ, ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ ഡിഫക്റ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് എന്ത്, ആനിയോൺ വേക്കൻസീസ് എന്ന് പറയുന്നത്. നമ്മൾ അതേപോലെ തന്നെ ഒരു
എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാണ്. നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റലിനെ നമ്മൾ സോഡിയം വേപ്പർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ സോഡിയം വേപ്പറിൽ സോഡിയം ഇല്ലേ, ആ സോഡിയം എന്തായിട്ട് മാറും? ഒരു ഇലക്ട്രോണും അതേപോലെ തന്നെ Na+ ആയിട്ട് മാറും. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? നമ്മളെ ക്രിസ്റ്റലിലോട്ട് വരും. ഈ ക്രിസ്റ്റലിലോട്ട് വന്നിട്ട് അതിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോറിനെ റീപ്ലേസ് ചെയ്യും. അവിടുന്ന് ഈ ക്ലോറിൻ എന്ത് ചെയ്യും? നമ്മളെ സോഡിയം വേപ്പറിൽ നിന്ന് വന്ന Na+ ആയിട്ട് വീണ്ടും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? NaCl ആയിട്ട് മാറും. നമ്മളെ ക്ലോറിന്റെ സ്ഥലത്ത് ലാറ്റിസ് സൈറ്റിലോട്ട് എന്ത് വരും? ഇലക്ട്രോൺ വരും. ക്ലോറിൻ Cl- എന്ത് ചെയ്യും? അവിടുന്ന് ലീവ് ചെയ്തിട്ട് പോകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ആനിയോൺ വേക്കൻസീസ് എന്ന് പറയുന്നത്. അതായത് ആനിയോൺ വേക്കൻറ്റ് സൈറ്റ് ഇൻ എ ക്രിസ്റ്റൽ മേ ബി ഒക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺസ് thereby maintaining electrical neutrality but causing a metal excess situation. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോറിൻ അവിടുന്ന് ലീവ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഒരു ക്ലോറിന്റെ മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോറിൻ അവിടുന്ന് പോയിട്ടുണ്ട്. പക്ഷെ NaCl എന്താണ്? അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ എന്താണ്? ഒരു ആനിയോണിന്റെ വേക്കൻസി ഉണ്ട്. അതായത് എന്ത് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ അവിടെ എക്സസ് ഉണ്ട്. അപ്പൊ ഇത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് അല്ലേ? ആണ്. ഇതിന്റെ സോഷ്യോമെട്രി മെയിൻറ്റൈൻഡ് ആണോ? അല്ല. അപ്പൊ ഇതെന്താണ്? നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. ഇതൊരു ലാറ്റിസ് പോയിന്റിലല്ലേ എഫക്ട് ചെയ്തത്? ഒരു പോയിന്റ് ഡിഫക്റ്റ് അല്ലേ? അപ്പൊ പോയിന്റ് ഡിഫക്റ്റിലെ നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റിലെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിലാണ് എന്ത് വരുന്നത്? ആനിയോൺ വേക്കൻസി ഡിഫക്റ്റ് വരുന്നത്. ഇനി ഇതിൽ ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ഫ്രീ ഇലക്ട്രോണിന് മൂവ്മെന്റ് ഉണ്ടാവും, കണ്ടക്ടൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും? ഇതിന് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് കളർ എമിറ്റ് ചെയ്യാനും കഴിയും. ഇങ്ങനെ കളർ എമിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്, ജർമ്മൻ ഭാഷയിലാണ് ഫാർബേ എന്ന് പറയും. അപ്പോൾ ലാറ്റിസ് സൈറ്റ് ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഈസ് കോൾഡ് എന്ത്? എഫ് സെന്റർ, അല്ലെങ്കിൽ ഫാർബേ എന്നുള്ളതിന്റെ എഫ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറയും. അതായത് ആനിയോൺ സൈറ്റിൽ അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റിൽ എന്ത് ചെന്നു? ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കളർ അത് എമിറ്റ് ചെയ്തു. അതുകൊണ്ട് വരുന്ന ആ എഫക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് NaCl ഒരു കളർ ഉണ്ട്, യെല്ലോ കളറാണ്. KCl വയലറ്റ് കളർ ഉണ്ട്. KBr എന്തുണ്ടാവും? ബ്ലൂ ഗ്രീൻ കളർ ഉണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്? ആനിയോൺ വേക്കൻസീസ് ആണ്. അപ്പൊ എന്താണ് നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും? മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ വരുന്ന ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ എന്താണ്, അല്ലെങ്കിൽ ആനിയോൺ വേക്കൻസീസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റിൽ അടുത്ത ക്ലാസിഫിക്കേഷനിൽ പോവാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റയോണിന്റെ കുറവാകുമ്പോൾ അവിടെ എന്തുണ്ടാവും? ആനിയോൺ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ആനിയോൺ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ അതിന് പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് എന്ത്? നോൺ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയാം. ഇവിടെ അയൺ പൈറൈറ്റ്സിന്റെ ഒരു ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്. അതായത് FeS ഒരു ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്. Fe2+ഉം S2-ഉം. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കണം. അവിടുന്ന് ഒരു കാറ്റയോൺ എന്ത് ചെയ്യാണ്? പോസിറ്റീവ് ചാർജ്, കാറ്റയോൺ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അവിടുന്ന് മിസ്സായി പോവുകയാണ്. അപ്പൊ മിസ്സായി പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യില്ല. ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കാറ്റയോൺ അയോൺസ് എന്ത് ചെയ്യും? അതിന്റെ ഹയർ ഓക്സിഡേഷൻ സൈറ്റിലോട്ട് പോകും. ഇങ്ങനെ ഒരു ഡിഫക്റ്റ് കാണിക്കാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? ട്രാൻസിഷൻ സ്റ്റേറ്റ് മെറ്റൽസിന് മാത്രമാണ്. ബിക്കോസ് ഓഫ് ദേ ഹാവ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ നമ്മളുടെ FeSല് ഒരു Fe2+ അവിടുന്ന് ലീവ് ചെയ്ത് പോയി. അവിടുന്ന് ലീവ് ചെയ്ത് പോകുമ്പോൾ തൊട്ടടുത്ത കാറ്റയോൺ Fe2+ എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. അതേപോലെ തന്നെ വേറെ തൊട്ടടുത്ത അയോൺ എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്തായി? മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ അവിടെ പുറമേയുള്ള ബാക്കിയുള്ള Fe2+ എന്ത് ചെയ്യും? അവർക്കൊരു ഇലക്ട്രോൺ കൊടുത്തിട്ട് Fe3+ന് Fe2+ പോലെ പഴയതുപോലെ ആക്കാനും അതേപോലെ തന്നെ അവർ Fe3+ ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ ഒരു ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് അവിടെ, ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റ് അവിടെ നടക്കും. അതുകൊണ്ട് തന്നെ ഇത് കളേർഡ് ആണ്. ആൻഷ്യന്റ് ഇറയില് ഇതിന് ഒരു ഗോൾഡ് കളറാണുള്ളത്. അപ്പൊ ആൻഷ്യന്റ് ഇറയില് നമ്മൾ ഗോൾഡിന് പകരം തെറ്റിദ്ധരിച്ചൊരു ക്രിസ്റ്റലാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണെന്ത്? ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണ്, എ പോസിറ്റീവ് അയോൺ മേ ബി മിസ്സിംഗ് ഫ്രം ദി ലാറ്റിസ് സൈറ്റ്, ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബീങ് മെയിൻറ്റൈൻഡ് ബൈ സം ഓഫ് ദ നൈബറിംഗ് പോസിറ്റീവ് അയോൺ acquiring the greater positive charge is known as the metal deficiency defect. ഇതിന് എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫേറ്റ്, നിക്കൽ ഓക്സൈഡ്,
ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ്. ഇതൊരു പി ടൈപ്പ് പോലെയാണ്. നമ്മൾ ആനിയോൺ വേക്കൻസീസ് എന്താണ് ഒരു എൻ ടൈപ്പ് പോലെയാണെന്ന് പറയും. അതുപോലെ നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഒരു പി ടൈപ്പ് പോലെയാണെന്ന് പറയും. ഇനി അടുത്ത ഡിഫക്റ്റ് ആണ് നോൺ സോഷ്യോമെട്രിക്കൽ മൂന്നാമത്തതാണ് എന്ത് പറയുന്നത്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് അയൺ ആർ ഫൗണ്ട് മിസ്സിംഗ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ് ആൻഡ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബീങ് മെയിൻറ്റൈൻഡ് ബൈ ദ പ്രസൻസ് ഓഫ് സം ഫോറിൻ പോസിറ്റീവ് ചാർജസ് അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസ്. അതായത് പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ കാറ്റോൺസ് മിസ്സാവുക, അതിന് പകരം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പുറമേ നിന്ന് ഫോറിൻ പോസിറ്റീവ് അയോൺസ് വരിക അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് വരിക. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അല്ലെങ്കിൽ ഒരു ഇംപ്യൂരിറ്റി വരുമ്പം അവിടെ നിന്ന് ഒരു കാറ്റയോൺ മിസ്സായി പോവുക, ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയാം. നമ്മളെ AgClന്റെ ക്രിസ്റ്റലാണ് അവിടെ ഉള്ളത്. ആ Ag ക്രിസ്റ്റലിൽ Cd2+, കാഡ്മിയം 2+ വന്നപ്പോൾ എന്താ ചെയ്തു, ഒരു Ag+ കാറ്റോൺ അവിടുന്ന് മിസ്സായി പോയി. അല്ലെങ്കിൽ ഒരു കാറ്റോൺ മിസ്സായി പോകുന്ന സമയത്ത് അവിടെ Cd2+ എന്ന കാഡ്മിയം 2+ എന്ന് പറഞ്ഞ അയോൺ എന്ത് ചെയ്തു, ഇംപ്യൂരിറ്റി ആയിട്ട് വന്നു. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഇംപ്യൂരിറ്റി ഡിഫക്റ്റിൽ വരുന്നതാണ് എന്ത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. സെമി കണ്ടക്ടറിനെ കുറിച്ച് നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഇവിടെ തരുന്നുള്ളൂ. സെമി കണ്ടക്ടറിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടർ, അതായത് ജെർമനിയം, സിലിക്കൺ ഒക്കെയാണ് എക്സാമ്പിൾ. അതിന് നമ്മൾ ഒരു ഡോപ്പന്റ് ഒരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും, ഇംപ്യൂർ ആയിട്ട് മാറും. അതിനെ പറയുന്ന പേരാണ് എന്ത്, എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് കണ്ടക്ടർ രണ്ട് തരണ്ട്, എൻ ടൈപ്പ് ഉണ്ട്, പി ടൈപ്പ് ഉണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റിയെ നമ്മൾ എന്ത് പറയുന്നത്, ഡോപ്പന്റ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡോപ്പന്റ് എന്താണ്, പെന്റാവാലന്റ് ആവാം, അതായത് ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് ആവാം. ഇങ്ങനെ നമ്മൾ ഡോപ്പന്റ് ആഡ് ചെയ്ത്, പെന്റാവാലന്റ് ഡോപ്പന്റ് ആഡ് ചെയ്ത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആക്കുന്ന അതാണ് എൻ ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് ഇംപ്യൂർ ആയിട്ട് മാറും. ഇനി നമ്മൾ ട്രൈവാലന്റ് ആണ് ആഡ് ചെയ്യുന്നത്, നമ്മൾ ആഡ് ചെയ്യുന്ന ഡോപ്പന്റ് ട്രൈവാലന്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഗാലിയം, ഇൻഡിയം പോലത്തെ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പൊ എന്താണ് പി ടൈപ്പ് എന്നും എൻ ടൈപ്പ് എന്നും പറഞ്ഞാൽ, N type, if the impurity added has more valence electron than the host material, the resulting semiconductor is N type semiconductor. അതായത് നമ്മളെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ മെറ്റീരിയലിന് മോർ ഇലക്ട്രോൺ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, മോർ വാലൻസ് ഇലക്ട്രോൺ ആണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ N type എന്ന് പറയും. P type എന്ന് പറഞ്ഞാൽ if the impurity added has a fewer valence electron than the host material, the resulting semiconductor is the P type semiconductor എന്നും പറയും. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽസ് ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഡിഫോർമേഷൻ. ഇത് നമ്മൾ റെഗുലർലി അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മളുടെ ക്രിസ്റ്റലിന് എന്തെങ്കിലും ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ സംഭവിക്കുന്നതിനാണ് ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ മെയിനായിട്ട് പോയിന്റ്, ലൈന്, പ്ലെയിൻ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലാറ്റിസ് പോയിന്റിൽ ഡിഫക്റ്റ് സംഭവിക്കുന്നത്. ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ലാറ്റിസ് സൈറ്റിന്റെ ആ റോയിൽ സംഭവിക്കുന്നത്. പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മളെ ലാറ്റിസ് പാരലൽ ആയിട്ടുള്ള പ്ലെയിന് സംഭവിക്കുന്നത്. നമുക്ക് പോയിന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. പോയിന്റിൽ തന്നെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും. അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്നും എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്നും. ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയാനുള്ള കാരണം അതിൽ ചേഞ്ചോ ഇമ്പ്യൂരിറ്റീസോ കാരണം വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഡിഫക്റ്റിനെ ആയതുകൊണ്ട് അത് ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയും. എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയുന്ന കാര്യമുള്ള നമ്മൾ അതിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. ഇമ്പ്യൂരിറ്റി പുറമേ നിന്നൊരു സബ്സ്റ്റൻസ് അതിലോട്ട് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും. അതിന് പറയാനുള്ള കാരണം അതിന്റെ റേഷ്യോ, സോഷ്യോമെട്രി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും എന്തിലുണ്ടാവുക, സോഷ്യോമെട്രിക് ഡിഫക്റ്റിൽ ഉണ്ടാവുക. നോൺ സോഷ്യോമെട്രിക് എന്തുണ്ടാവില്ല, ആ പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്യൂല. അതുകൊണ്ട് അതിന് നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയും. ഈ സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ തന്നെ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നും ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയും. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയാനുള്ള കാരണം നമ്മൾ ആനിയോണും കാറ്റിയോണും അവിടുന്ന് മിസ്സായി പോകുന്ന ആ ഡിഫക്റ്റിന് പറയുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ നമ്മളെ ലാറ്റിസ് സൈറ്റിലുള്ള പോയിന്റ് ആനിയോണോ കാറ്റിയോണോ നമ്മളെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ തന്നെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്.
മെറ്റൽ എക്സസിന് എന്നുണ്ട്, അതായത് അവിടെ മെറ്റൽ എക്സസ് ആയിരിക്കും, അതായത് കാറ്റയോൺ ആയിരിക്കും എക്സസ് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ എന്തുണ്ട്, 2 തരത്തിലുണ്ട്, എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോണും അതേപോലെ തന്നെ ആനിയോൺ വേക്കൻസീസ് എന്നും. അതായത് അവിടെ കാറ്റയോണിന് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് വന്നിട്ട് കാറ്റയോൺ കൂടുതലാവുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി ആനിയോണിൽ നിന്ന് അവിടുന്ന് ഒന്ന് മിസ്സാവുന്നതിനെയാണെന്ന് പറയുന്നത് ആനിയോൺ വേക്കൻസീസ് എന്ന് പറയുന്നത്. 2 ആയാൽ എന്താണ്, മെറ്റൽ എക്സസ് ആവുകയാണ്, അതുകൊണ്ട് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ നോൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയും. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുമ്പം അവിടുന്ന് എന്താണ്, ഒരു മെറ്റൽ ലീവ് ചെയ്ത് പോവാണ്, അപ്പോൾ എന്തായിട്ട് മാറി, ആ ക്രിസ്റ്റലിൽ മെറ്റലിന്റെ കുറവുണ്ടായി, അതിന് നമ്മൾ പറയുന്ന പേരാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ടിലോട്ട് ഒരു ഇമ്പ്യൂരിറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് അയോൺസ് ലീവ് ചെയ്ത് പോകുന്നതിനെയാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിൽ വരുന്നതാണെന്ത്, എൻ ടൈപ്പും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. ഇത്രയാണ് ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്.